അപ്പോൾ ഇതിൽ നിന്ന് ആനപ്പിണ്ടല്ലോ, ഇതിൽ നിന്ന് നല്ലൊരു കണ നോക്കി വെട്ടണം. അതാണ് നമുക്ക് ഇന്നത്തെ പരിപാടി. നമ്മുടെ ആയുധമുണ്ട്, ഇതിൻ്റെ അകത്ത് കയറുന്നു, ഒരു നല്ല കണ നോക്കി ചാമ്പുന്നു. രണ്ടെണ്ണം വേണം, രണ്ട് കുളത്ത് കെട്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അടിപൊളി സ്പോട്ടാണല്ലോ. ഇവിടെ ഒരു കൂട് താഴ്ത്തി കഴിഞ്ഞാൽ മീൻ കിട്ടുന്നുണ്ട്. നാളെ ഇവിടെ നിന്ന് കൂട് താഴ്ത്തി വെക്കണം, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. കുറച്ചങ്ങനെ നീക്കി ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. ഇതിനകത്ത് പാമ്പുണ്ടാവോ? ഇത് നല്ലൊരു കണയാന്ന് തോന്നുന്നു. ഇവിടെ വെച്ച് കട്ട് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമുള്ള. മീനുണ്ട് കേട്ടോ ഇവിടെ ഗൈസ്, കാരണം ഇവിടെ തിളങ്ങുന്നുണ്ട്. പരല്ല എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. എന്തായാലും ഇന്ന് വൈകുന്നേരം ഇവിടെ ഒന്ന് എന്തായാലും കെട്ടിയിടണം ഗൈസ്. അപ്പോൾ നമ്മൾ 2 ചൂണ്ടക്കണ ഉണ്ടാക്കിയത്. ഇതിൽ ഒരെണ്ണം കുറച്ച് വലുതാട്ടോ, ഉള്ളിൽ പെട്ടു. ഇത് കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. അത്യാവശ്യം നല്ല ദൂരത്തേക്ക് എത്തുന്നുണ്ട്, നല്ല ദൂരത്തേക്ക് എത്തണ ലെവൽ ഉണ്ടാക്കി വെച്ചാണ്. ഒരെണ്ണം പിന്നെ ചെറുത്. ഇത് നമ്മളിവിടെ കുളത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുളത്ത, പരല ചൂണ്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കുളത്ത. നമുക്ക് ഈ കൊല്ല് കെട്ടാനും പിന്നെ മീൻ കൂട്ടിൽ ചെറിയ മീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് പിടിക്കുക. നമുക്ക് 5-6 കുഞ്ഞു മീനുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കുളത്തിൽ, അപ്പോൾ നമുക്ക് കുഞ്ഞുകൾ കിട്ടും. അപ്പോൾ നമുക്ക് എന്നിട്ട് കൊല്ലി കെട്ടാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, പിന്നെ കാണാം. ബൈ ബൈ.